canyons carved like battle scars. A river runs with no regard, and I have nothing left. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. പോലെ ഞങ്ങളുടെ പിതാവായ ദൈവമേ, ലോകാരംഭത്തിൽ അങ്ങ് മനുഷ്യവംശത്തെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവല്ലോ. സൃഷ്ടിജാലങ്ങളുടെയും അധിപനാക്കി മനുഷ്യനെ ഉയർത്തിയ അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവനെ പോലുള്ള ഒരു സഖിയെ അവന് വേണ്ടി ഞാൻ ഉണ്ടാകും എന്നരുളി ചെയ്തുകൊണ്ട് ആദത്തിന് സഖിയെ ഹവ്വായെ സൃഷ്ടിച്ചു നൽകുകയും അവരുടെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത അങ്ങ് ഇന്ന് വിവാഹിതരാകാൻ പോകുന്ന ഞങ്ങളുടെ റിക്സിനെയും അനുവിനെയും അനുഗ്രഹിക്കണമേ. കാനായിലെ കല്യാണ വിരുന്നിൽ സംബന്ധിച്ചുകൊണ്ട് ദമ്പതികളെ അനുഗ്രഹിച്ച മിശിഹായെ, ഇവരെ അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഇവരെ കരുണാപൂർവ്വം കടാക്ഷിക്കണമേ. തിരുക്കുടുംബത്തിന്റെ കാവൽക്കാരനായ മാർ യോസേപ്പേ, ദൈവമാതാവായ പരിശുദ്ധ കന്യാമറിയമേ, ഇവരുടെ വിവാഹം മംഗളകരമാകുവാനും ഇവരുടെ ദാമ്പത്യ ജീവിതം വിജയകരമാകുവാനും പ്രാർത്ഥിക്കണമേ. ഇവരുടെ പേരിന് കാരണക്കാരായിരിക്കുന്ന വിശുദ്ധരെ, കാവൽ മാലാഖമാരെ, ഇവരെ വിശുദ്ധരും സുരക്ഷിതരുമായി കാത്തുകൊള്ളണമേ. ആമേൻ. സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഞങ്ങളുടെ മധ്യസ്ഥനായ ഞങ്ങളുടെ അപേക്ഷിക്കണമേ. And after it all, I know the air is bound to break, and even the mountain needs a storm to find its fate. So down come rain. The towers may be taken down, the clouds are ഉന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ട ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുപാട് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ലോകാരംഭത്തിൽ അങ്ങ് മനുഷ്യവംശത്തെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവല്ലോ. സൃഷ്ടിജാലങ്ങളുടെയെല്ലാം അധിപനാക്കി മനുഷ്യനെ ഉയർത്തിയ അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവനെ പോലുള്ള ഒരു സഖിയെ അവന് വേണ്ടി ഞാൻ ഉണ്ടാക്കും എന്നരുളി ചെയ്തുകൊണ്ട് ആദ്യത്തിന് സഖിയായി ഹവ്വായെ സൃഷ്ടിച്ചു നൽകുകയും അവരുടെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത അങ്ങ് ഇന്ന് വിവാഹിതരാകാൻ പോകുന്ന ഞങ്ങളുടെ അനുവിനെയും റിക്സിനെയും അനുഗ്രഹിക്കണമേ. കാനായിലെ കല്യാണ വിരുന്നിൽ സംബന്ധിച്ചുകൊണ്ട് ദമ്പതികളെ അനുഗ്രഹിച്ച മിശിഹായെ, ഇവരെ അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഇവരെ കരുണാപൂർവ്വം കടാക്ഷിക്കണമേ. തിരുകുടുംബത്തിൻ്റെ കാവൽക്കാരനായ മാർ യോസേപ്പേ, ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയമേ, ഇവരുടെ വിവാഹം മംഗളകരമാകുവാനും ഇവരുടെ ദാമ്പത്യ ജീവിതം വിജയകരമാകുവാനും പ്രാർത്ഥിക്കണമേ. ഇവരുടെ പേരിന് കാരണക്കാരായിരിക്കുന്ന വിശുദ്ധരെ, കാവൽ മാലാഖമാരെ, ഇവരെ വിശുദ്ധരും സുരക്ഷിതരുമായി കാത്തുകൊള്ളണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, ബന്ധുജനങ്ങളെ, പ്രാർത്ഥനകളും ആശംസകളും നൽകി എന്നെ സദയം അനുഗ്രഹിക്കണമേ. അബ്രാഹത്തെയും സാറായും അനുഗ്രഹിച്ച ദൈവം നിന്നെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദൈവത്തിന് സ്തുതി. just one
And after it all, I know the air is bound to break, and even the mountain needs a storm to find its fate. So down come the rain, so down come the rain, down come the rain, down come the rain, down come the down come the rain, down come the rain, down come the rain. Canyons carved like battle scars, a river runs with no regard, and I have nothing left. No stone to lay my head. And after it all, I know the air is bound to break, ഈശോയിൽ സ്നേഹമുള്ളവരെ, വിവാഹമെന്ന കൂദാശ സ്വീകരിക്കാൻ അണിഞ്ഞൊരുങ്ങി അലങ്കാരഭൂഷിതരായി നമ്മുടെ മധ്യേ മാതാപിതാക്കളോടും സാക്ഷികളോടും വീട്ടുകാരോടും വിരുന്നുകാരോടും ഒപ്പം നിൽക്കുന്ന വിക്സനെയും അനുജോസിനെയും സമർപ്പിച്ചുകൊണ്ട് ബലി നമുക്ക് അർപ്പിക്കാൻ ഇപ്പോൾ ഇവരുടെ വിവാഹ ജീവിതം മംഗളമായി തീരാൻ പ്രാർത്ഥിക്കുക. അതുകൊണ്ട് മര്യാദ അച്ഛനാണ് വരാൻ നേരിട്ടുള്ളത്. അച്ഛനപ്പം കഴിയുമ്പോൾ എത്തുന്നു കരുതുന്നു. എന്തായാലും ഇവരുടെ വിവാഹ ജീവിതം ധന്യമായി ചെയ്യുവാൻ കൃപ പ്രാർത്ഥിച്ചുകൊണ്ട് വിശുദ്ധ കുർബാന മധ്യേ കൂദാശയുടെ വിവാഹം എന്ന കൂദാശ സ്വീകരിക്കുന്ന ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ബലിയർപ്പിക്കുക. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ സ്തുതി, മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയെപ്പോഴേക്കും കർത്താവേ
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായി ഹൃദയൈക്യത്തിൽ ജീവിക്കുവാൻ ഈ ദാസരെ വിളിച്ചുവല്ലോ. സ്വർഗീയ വരങ്ങളാൽ യുദ്ധവരും മനസമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യത്തിൻ്റെ നന്മയ്ക്കും വേണ്ടി ഈ കൂദാശ യോഗ്യതയുടെ പരികരണം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സംഗീതത്തിനോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ പുത്രി ശ്രദ്ധിച്ച് കേൾക്കുക, നിന്റെ ജനത്തെയും പിതൃഗ്രഹത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യമായ ദൈവം തൻ്റെ സ്നേഹം മൂലം നിന്നെ തൻ്റെ മണവാട്ടിയായി തെരഞ്ഞെടുത്തു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവർ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മുന്തിരി വള്ളിയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്തുമുളകൾ പോലെയുമായിരിക്കും. പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം തന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും പ്രദക്ഷം പ്രകാശിപ്പിക്കാൻ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങളും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിയൊഴി നിൽക്കുന്ന സഭയിൽ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ശരീരങ്ങളെ അർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ പരിപാലിക്കുന്നതിനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സാലത്തിന്റെ നാഥ എന്നേക്കും. ആമേൻ.
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവിതായും ദൈവീയമായ വചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിന് ഗ്രഹിക്കുന്നതിന് ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം അങ്ങയെ സ്തുതിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. വിശുദ്ധ പത്രോസ് ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് പ്രിയയായിരിക്കുകയും വചനം അനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആദരപൂർവ്വവും നിഷ്കളവുമായ പെരുമാറ്റം കാണുന്ന മൂലമാണ് ഇത് സാധ്യമാവുക. ബാഹ്യമൊഴികളായ പിന്നിമുടിയോ സ്വർണ്ണാഭരണമേ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്ധി വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അണുശരത്നം അണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ മുമ്പ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറ അബ്രാഹത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവളുടെ മക്കളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരെടുത്ത് ജീവിക്കുകയും സ്ത്രീ ബലഹീന പാത്രമാണെങ്കിലും ജീവിതായുധമായ കൃപയ്ക്ക് തുല്യ അവകാശി എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുകയും ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച കർത്താവ് ഈശോമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 1 മുതൽ 3-ാം ദിവസം ഗലീലയിൽ കാണായി ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിശുമാരും വിരുന്നിനെ ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവരോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവരോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കുമെന്ന് എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുകയും. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിനും 2-3 അളവ് ഉള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുകയും എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം പക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്തുകൊണ്ട് ചെല്ലുകയും എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി അതെവിടെയും അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരി പരിചാരകർ അതറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ച് പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരുന്നു. എന്നാൽ ഈ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിൽ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. കർത്താവായ
ഈശോയ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ ഈശോയിൽ സ്നേഹിക്കപ്പെട്ടവരെ, ഇന്ന് തിരുസഭ തിരുക്കുടുംബ തിരുനാൾ ആചരിക്കുന്ന സുദിനമാണ്. ക്രിസ്തുമസ് കഴിഞ്ഞ് വരുന്ന ആദ്യത്തെ ഞായറാഴ്ച തിരുസഭ മുഴുവനും തിരുക്കുടുംബ തിരുനാളായി ആചരിക്കുന്നു. ഇന്ന് തിരുസഭ ക്രിസ്മസ് കഴിഞ്ഞ് വരുന്ന 28-ാം തീയതി, ഡിസംബർ 28-ാം തീയതി കുഞ്ഞു പൈതങ്ങൾ തിരുനാൾ ആചരിക്കുന്ന സുദിനമാണ്. ഈ രണ്ട് തിരുനാളിൻ്റെയും മംഗളങ്ങൾ ഈ നല്ല ദിവസത്തിൽ നിങ്ങൾക്ക് ഏവർക്കും, പ്രത്യേകിച്ച് പോൾസൺ ജോഷി മകൻ റിക്സനും കുടുംബത്തിനും, കുടുംബാംഗങ്ങൾക്കും, ജോസ് ദീന മകൾ അനു ജോസിനും കുടുംബാംഗങ്ങൾക്കും ഏറ്റവും ഹൃദ്യമായി ഞാൻ ആശംസിക്കുന്നു. തിരുക്കുടുംബം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, യൗസേപ്പ് പിതാവ്, പരിശുദ്ധ കന്യാമറിയം, ഉണ്ണീശോ അടങ്ങുന്നതാണ്, ഉൾക്കൊള്ളുന്നതാണ് തിരുക്കുടുംബം. ഒരുപക്ഷെ ഏറ്റവും വലിയ ശക്തരായിരുന്നു ആത്മീയമായിട്ട് ദൈവമായിരുന്നു ഉണ്ണി യേശു, വളർത്തുപിതാവും അമ്മയുമായിരുന്നു മറ്റു രണ്ടുപേരും. എന്നിട്ടും അവർ പുൽക്കൂട്ടില്, പുൽത്തൊട്ടിയില്, അതുപോലെയുള്ള സാഹചര്യത്തിൽ ഏറ്റവും വിനയപൂർവമാണ്, ദരിദ്രരായിട്ടാണ് ജനിച്ചതും വളർന്നതും വളർത്തിയതുമെല്ലാം. ജെറുസലേമിൽ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, മാതാവ് താമസിച്ചിരുന്ന, യൗസേപ്പ് താമസിച്ചിരുന്ന ഗുഹയും സ്ഥലങ്ങളൊക്കെ. ഈ തിരുക്കുടുംബത്തിൻ്റെ മാതൃകയിൽ ജീവിക്കുവാനാണ് ഇന്ന് ഈ നവദമ്പതികളോട്, ഇവിടെ ഇരിക്കുന്ന കുടുംബങ്ങളോട് യേശു പറയുന്നത്. അതുപോലെ കുഞ്ഞു പൈതങ്ങളുടെ തിരുനാൾ ദിവസമായി ഇന്ന് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് ദൈവം ദാനമായി, സമ്മാനമായി നൽകുന്ന മക്കളെ ദൈവത്തിന് സമർപ്പിച്ച് നല്ല മക്കളായി വളർത്തുക എന്നുള്ളതാണ്. ഈ രണ്ട് കാര്യങ്ങൾക്കും ഇന്നേ ദിവസം ഏറ്റവും നല്ല ദിവസമാണ് പ്രാർത്ഥിക്കാൻ. ആ തിരുനാൾ ദിവസം കൂടിയാണ് നിങ്ങളുടെ വിവാഹവും. ഞാൻ 4 കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അങ്ങനെ ആയിത്തീരാനുമാണ് എൻ്റെ അടുത്ത് നമസ്കാരം ചൊല്ലി കേൾക്കാൻ വരുന്ന യുവതി യുവാക്കളോട് പറയാറുള്ളത്. എനിക്കത് റിക്സനോട് പറയുന്ന അവസരം കിട്ടിയില്ല. ബാക്കി ഇവിടെ വന്ന എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. 4 കാര്യങ്ങൾ. ഏതായാലും കല്യാണം കെട്ടിക്കാൻ വരാമെന്ന് പറഞ്ഞത് മര്യാദാലച്ഛനാണെങ്കിലും ഇപ്പം ഞാനവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് ഇപ്പം ചുരുക്കി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കല്യാണം കഴിച്ചിട്ടുള്ളവർക്കും ഒരുപക്ഷെ ഉപകാരപ്രദമാണ്. ആ 4 കാര്യങ്ങൾ കഴിക്കാൻ പോകുന്നവർക്കും ഇന്ന് കഴിക്കുന്നവർക്കും അത് അനുഗ്രഹപ്രദമായി തീരുമെന്ന് കരുതട്ടെ. 4 കാര്യങ്ങളിൽ ഒന്നാമത്തേത്, നല്ല ഭർത്താവും നല്ല ഭാര്യയുമായി ജീവിക്കുക. അതിൻ്റെ പ്രധാന ലക്ഷണം എന്താണെന്ന് പറഞ്ഞാൽ, ഭാര്യയെ മാത്രം ഭാര്യയായി സ്നേഹിക്കുന്ന ഭർത്താവ്, ഭർത്താവിനെ മാത്രം ഭർത്താവായി സ്നേഹിക്കുന്ന ഭാര്യ. എല്ലാവരും സ്നേഹിക്കണം, ശത്രുക്കളെ കൂടി സ്നേഹിക്കാനാണ് യേശു നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ ദാമ്പത്യ സ്നേഹം കറകളയുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കുടുംബം ഒന്നായി എന്നും നിലനിൽക്കും. ആധുനിക കാലത്ത് ഏറ്റവും പ്രതിസന്ധി നേരിടുന്നത് ഈ രംഗത്ത് തന്നെയാണ്. അതുകൊണ്ടാണ് ദൈവാനുഗ്രഹത്താൽ മാത്രം സാധിക്കുന്ന കാര്യമാണ്. കുറച്ചു കാലത്തേക്ക് ഒന്നായിരിക്കാൻ പറ്റും, പക്ഷെ ജീവിതാന്ത്യം വരെ എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ് എന്ന് എപ്പോഴും പറയാൻ സാധിക്കുന്നുണ്ടോ? ഇന്നിവിടെ കല്യാണം കഴിച്ചിരിക്കുന്നവർക്ക് എൻ്റെ ഭാര്യയാണ് എന്ന് സ്നേഹത്തോടെ എപ്പോഴും വിളിക്കാൻ പറ്റുന്നുണ്ടോ? എൻ്റെ ഭർത്താവാണ് എന്ന് സ്നേഹത്തോടെ വിളിക്കാൻ സാധിക്കുന്നുണ്ടോ? അത് സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം വിജയിച്ചു. ഭാര്യ ഭർത്താക്കന്മാർ എന്നുള്ള നിലയ്ക്ക് മറ്റെന്തെല്ലാം കഴിവുകളുണ്ടെങ്കിലും കുറവുകളുണ്ടെങ്കിലും അത് നികത്തപ്പെടും, മാറ്റപ്പെടും.
യഥാർത്ഥ ദാമ്പത്യ വിശ്വാസത്തിൽ സ്നേഹത്തിൽ വളരുന്ന ദമ്പതികളാണെങ്കിൽ അതിന് നിങ്ങൾക്ക് കഴിയോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ മനസ്സിൽ ഉത്തരം പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് സാധിക്കും. കല്യാണത്തിന് നമസ്കാരം വരുന്നത് ചോദിക്കുമ്പോൾ ഒക്കെ സാധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സാധിച്ചില്ല കല്യാണം കഴിക്കാൻ പറ്റില്ല. സാധിക്കുമെന്ന് പറഞ്ഞാൽ മിക്കവരും തെറ്റിപ്പോയിട്ടുണ്ട്. പലരും ഡൈവോഴ്സിൻ്റെ വക്കിലെത്തിയിട്ടുണ്ട്. പലരും അത് ചെയ്തിട്ടുണ്ട്. സാധിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളവർ ഒരു 10-50 കൊല്ലത്തെ ചരിത്രത്തിൽ എനിക്ക് തീർച്ചയായിട്ടും അത് പറയാൻ പറ്റും. എൻ്റെ ആദ്യകാലങ്ങളിലെ 30 വർഷം വരെ ഒരു പരിധി വരെ എൻ്റെ അടുത്ത് കല്യാണം കഴിക്കാൻ വന്നിട്ടുള്ളവരാരും ഡൈവോഴ്സിന് അപേക്ഷയുമായിട്ട് പള്ളിയിൽ വന്നിട്ടില്ല. പക്ഷെ അടുത്ത കാലത്ത് ഞാനിരിക്കുന്ന 3 കൊല്ലം സാറിന് വികാരിയായിട്ടിരിക്കുക. ആ കാലത്ത് തന്നെ ചിലരൊക്കെ എൻ്റെ അടുത്തൊന്നും കൂടെ കൊണ്ടു നടക്കാൻ പറ്റുന്നില്ല അച്ഛോ, കൂടെ പൊറുപ്പിക്കാൻ പറ്റുന്നില്ല അച്ഛോ എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ കാരണങ്ങളുണ്ടാവും. സ്ഥായിയായ കാരണങ്ങളുണ്ട്, വെറും ബാലിശമായ കാരണങ്ങളുണ്ട്. അങ്ങനെ പറയുന്നവരുണ്ട് എന്ന്. പക്ഷേ വിവാഹത്തിന് മുമ്പ് തീരുമാനിക്കേണ്ട കാര്യങ്ങൾ പിന്നീടല്ല വേണ്ടത്. നല്ല ഭർത്താവും ഭാര്യയുമായി ദാമ്പത്യ വിശ്വസ്തതയിൽ സ്നേഹത്തിൽ എന്നും ജീവിക്കുവാനുള്ള അനുഗ്രഹം ഈ നവദമ്പതികൾക്ക് ലഭിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക. രണ്ടാമത്തേത്, നല്ല അപ്പനും അമ്മയുമായിട്ട് ജീവിക്കുക. വിവാഹം കഴിഞ്ഞാൽ ഭാര്യയായി ഭർത്താവായി കുറേ കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അപ്പനും അമ്മയുമാകും. നല്ല അപ്പനാണ്. ഇന്നിവിടെ ബെഞ്ചിലിരിക്കുന്ന മുതിർന്നവരുടെ മക്കൾക്ക് പറയാൻ സാധിക്കും. മക്കൾ നിങ്ങളോട് പറയൂ, എൻ്റെ അപ്പനാണ് ഏറ്റവും നല്ല അപ്പൻ ഈ ലോകത്തിൽ നിന്ന്, എൻ്റെ അമ്മയാണ് ഏറ്റവും നല്ല അമ്മ എന്ന് നിങ്ങളുടെ മക്കൾ നിങ്ങളെപ്പറ്റി പറയുമോ എന്ന്? എന്നും പറയുമോ? എങ്കിൽ നിങ്ങൾ നല്ല മാതാപിതാക്കളാണ്. നല്ല അപ്പനും അമ്മയും ആകണമെങ്കിൽ എന്ത് വേണം? പണ്ട് കാലത്ത് പറഞ്ഞു കൊടുത്താൽ മതി, കുറേയൊക്കെ നേരെയാവും. ശാസിക്കാം, ശിക്ഷിക്കാം, നേരെയാവും. ഇന്ന് അതിനൊന്നും പോകാൻ പറ്റില്ല, പോലീസ് പിടിക്കും. അതിനേക്കാൾ ഉപരി അവർ കേൾക്കുമില്ല. അങ്ങനെയുള്ള യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ നല്ല അപ്പനും അമ്മയും ആകണമെങ്കിൽ ഒന്നാമതായിട്ട് ഞാൻ പറയുക, മക്കൾക്ക് നല്ല മാതൃകയാകണം മാതാപിതാക്കൾ, റോൾ മോഡലാകണം മാതാപിതാക്കൾ. അതിൽ നിങ്ങൾ സാധിക്കുമോ? നിങ്ങളുടെ മാതൃക കണ്ടാണ് മക്കൾ പഠിക്കുന്നത്, വളരുന്നത്, ജീവിക്കുന്നത്. അതിൽ നിങ്ങൾ സാധിച്ചാൽ നിങ്ങൾ നല്ല മാതാപിതാക്കളായി. കുറേ കാര്യങ്ങളുണ്ട്, പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞത് മാത്രം. നല്ല മാതാപിതാക്കളായി ജീവിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. മക്കൾക്ക് ഭൗതികമായിട്ട് ആവശ്യത്തിലും അതിലേറെ സ്വാതന്ത്ര്യം കൊടുത്ത് വളർത്തി, നദിയില്ലാത്തതുകൊണ്ട് അങ്ങനെ വളർത്തുന്നു. അങ്ങനെ വളർത്തിയ അവസാനം ആ മക്കളൊക്കെ അപ്പനും അമ്മയും വിട്ടു പോകുന്നവരാണ് 99%. അമിതമായിട്ടുള്ള ലാളിൽ വളർത്തിയ ഒരു മക്കളും കൂടെ നിന്നിട്ടുണ്ടാവില്ല. എൻ്റെ അനുഭവത്തിൽ കുടുംബങ്ങൾ കാണുമ്പോൾ അങ്ങനെയാണ്. ഇനിയും അത്രയും സാധ്യത കുറവാണ്. അങ്ങനെയുള്ള ഭൗതികമായ ആകർഷണത്തിൽ ജീവിക്കുവാൻ താല്പര്യപ്പെടുന്ന സമൂഹമാണ് ഇന്നുള്ളത്. അതുകൊണ്ട് നല്ല മാതാപിതാക്കളാകുവാൻ മക്കൾക്ക് നല്ല മാതൃക, റോൾ മോഡലായിരിക്കുക. മൂന്നാമത്തേത്, നല്ല കുടുംബനാഥനും കുടുംബനാഥയുമാകുക. ഭാര്യയായി, ഭർത്താവായി, മാതാപിതാക്കളായി, പിന്നെ ഓരോ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന കുടുംബനാഥരായി തീരും. ഏറ്റവും പ്രായം ചെന്നവരല്ല കുടുംബനാഥര്, കുടുംബം ഭരിക്കുന്നവരാണ്, കുടുംബത്തെ നയിക്കുന്നവരാണ് കുടുംബനാഥര്. ആ കുടുംബനാഥരാകണമെങ്കിൽ എന്ത് വേണം? പല കഴിവും വേണം. ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ പറയുക, കുടുംബത്തിൻ്റെ ഐക്യം സൂക്ഷിക്കാൻ കഴിവുള്ളവരായിരിക്കുക. കുടുംബത്തിൻ്റെ ഐക്യമാണ് ഏറ്റവും പ്രധാനം. കുടുംബത്തെ ഒന്നായി കൊണ്ടുപോകുക എന്നുള്ളതാണ് പ്രധാനം. പണ്ട് കാലത്ത് അധികം മക്കളുണ്ടായിരുന്നു. 1-2 പേര് ചരിച്ചു പോയാലും ബാക്കിയുള്ളവർക്ക് കൂടെ നിൽക്കുമ്പോൾ മറ്റുള്ളവരും കൂടെ വരും. ഇന്ന് അധികമില്ലാത്തത് കൊണ്ട് ചരിച്ചു പോയാൽ പിന്നെ ഒന്നും കാണില്ല, ബാക്കി ഐക്യപ്പെടാൻ ആരുമില്ല. കുടുംബത്തിൻ്റെ ഐക്യം സൂക്ഷിക്കണമെങ്കിൽ
കുടുംബനാഥന് ഏറ്റവും ഉയർന്ന സ്ഥാനത്തുള്ള ആളാണെങ്കിൽ ഏറ്റവും ചെറുതാകാൻ പഠിക്കണം. എത്ര ചെറുതാകണം, ഞാൻ എത്ര വലുതാകാൻ. പാട്ടുപാടികൊണ്ട് മാത്രമായില്ല, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെറുതാകാൻ പഠിച്ചാൽ നമ്മൾ കുടുംബത്തിൽ വലുതായിത്തീരും. എളിമപ്പെടാൻ, സഹിക്കാൻ, പൊറുക്കാൻ, മറക്കാൻ നമ്മൾ സന്നദ്ധമാണെങ്കിൽ ആ കുടുംബത്തെ ഐക്യത്തിൽ കൊണ്ടുപോകാൻ സാധിക്കും. മക്കളുടെ കുറ്റങ്ങൾ പോലും ഏറ്റെടുക്കാൻ മാതാപിതാക്കൾക്ക് സാധിക്കുന്നത് കൊണ്ടാണ്. കുടുംബത്തിൻ്റെ ഐക്യം കാത്തു സൂക്ഷിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. നല്ല കുടുംബനാഥരായിരിക്കാം. നാലാമത്തേത്, സമൂഹത്തിലെ നല്ല ക്രൈസ്തവ വ്യക്തിയായി വളരുക. നല്ല ക്രൈസ്തവ വ്യക്തിയായി വളരണമെങ്കിൽ 2 കാര്യങ്ങളാണ് ഞാൻ പറയാറുള്ളത്. ഒന്ന്, സമൂഹത്തിൽ നല്ല മാന്യനായി വളരണം. 2, സമൂഹത്തിൽ നല്ല അയൽക്കാരനായി വളരണം. മാന്യത എന്ന് പറഞ്ഞാൽ ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ അതിൻ്റെ അർത്ഥം കൊടുത്തിട്ടുണ്ട്, ജെന്റിൽമാൻ ഈസ് ദ വൺ ഹു ഹർട്ട്സ് നോബഡി. ആരെയും മനസ്സവാച കർമ്മണ ഉപദ്രവിക്കാത്ത വ്യക്തിയാണ് മാന്യൻ. ഇവരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ, ഞാൻ ഇന്നുവരെ ഒരാളെയും എൻ്റെ മനസ്സുകൊണ്ടോ സംസാരം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ വേദനിപ്പിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റുമെങ്കിൽ മാന്യരാണ്. ചിലരെ ചോദിക്കുമ്പോൾ എന്നോട് അതേന്ന് പറയും. അപ്പം ഞാൻ പറഞ്ഞു, നീ കള്ളം പറയുകയാണോ? ഇന്ന് വരെ ആരെയും വേദനിപ്പിച്ചിട്ടില്ലേ? 2ാം പ്രാവശ്യം കഴിക്കുമ്പോൾ എന്ന് പറയും, പോയി മുഖം മാറ്റും. പക്ഷേ നമ്മൾ ലക്ഷ്യം വയ്ക്കേണ്ടത് ഇനി മുതൽ, ഇതുവരെ എങ്ങനെയായിരുന്നതല്ല, ഇനി മുതൽ ആരെയും മനസ്സവാച കർമ്മണ വേദനിപ്പിക്കാതിരിക്കുന്ന ജീവിതശൈലി വളർത്തിയെടുക്കാൻ സാധിക്കുക. അതിൽ തന്നെയാണ് 2ാമത്തത്, നല്ല അയൽക്കാരനാകുക. നല്ല അയൽക്കാരൻ്റെ ഉപമ യേശു ബൈബിളിൽ പറയുന്നുണ്ട്. ഗുഡ് സമരിയൻ്റെ, നല്ല സമ്പ്രദായക്കാരൻ്റെ ഉപമ. അതിൻ്റെ ഇതിവൃത്തം ഇതാണ്, ആവശ്യങ്ങളിൽ നേരിടുന്നവരെ കണ്ടറിഞ്ഞ് സഹായിക്കുക എന്നത്. മനുഷ്യൻ സമൂഹജീവിയാണ്. സമൂഹമില്ലാതെ ജനിക്കാനോ വളരാനോ മരിക്കാനോ സാധ്യമല്ല. അങ്ങനെയുള്ള സമൂഹജീവിയായ മനുഷ്യനെ തീർച്ചയായിട്ടും നല്ല അയൽക്കാരനായി തീരുക തന്നെ വേണം. സമൂഹത്തിലെ നല്ലവരായി സമാധാനത്തോടെ ജീവിക്കാൻ, മറ്റുള്ളവരെ സഹായിക്കാൻ കിട്ടുന്ന നല്ല അവസരങ്ങൾ ഉപയോഗിക്കുക. അതേസമയം അതിന് മറുവശമുണ്ട്, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ആവശ്യമില്ലാതെ ഇടപെടാതിരിക്കുക. ഇങ്ങനെയാണെങ്കിൽ നല്ല അയൽക്കാരായി തീരാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ 2 കാര്യങ്ങളും സാധ്യമാകണമെങ്കിൽ 2 മുന്നറിയിപ്പുകളും പറയാറുണ്ട്. ഒന്ന്, അമിതമായിട്ട് ആരെയും വിശ്വസിക്കാതിരിക്കുക. 2, അമിതമായിട്ട് ആരെയും അടുപ്പിക്കാതിരിക്കുക. അമിതമായിട്ട് ആരെങ്കിലും വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ടാകും, ഉറപ്പാണ്. നേച്ചറലാണ്. അമിതമായിട്ട് നിങ്ങൾ ആരെങ്കിലും അടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ അകറ്റേണ്ടി വന്നിട്ടുണ്ടാകും, അതും പ്രകൃതി നിയമമാണ്, സ്വാഭാവിക നിയമമാണ്. നമ്മൾ ഓരോരുത്തരും ഒന്ന് ആത്മശോധന ചെയ്താൽ നമുക്കറിയാൻ പറ്റും. ഞാൻ അമിതമായിട്ട് ആരെങ്കിലും അടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ അകറ്റേണ്ടി വന്നിട്ടുണ്ടാകും. അമിതമായിട്ട് ആരെങ്കിലും ഞാൻ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ എന്നെ വഞ്ചിച്ചിട്ടുണ്ടാകും. പക്ഷേ ഇതുവരെയുള്ളതിനെ കളപ്പുറത്ത് ഇനി മുതൽ അങ്ങനെ സംഭവിക്കാതിരിക്കണം. ഞാൻ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതിനുള്ള ഉത്തരവാദിത്വം ഞാൻ തന്നെയാണെന്ന് ഞാൻ ഏറ്റെടുക്കാൻ സന്നദ്ധമാകണം. അങ്ങനെയുള്ള ഒരു ജീവിതശൈലി നാം രൂപീകരിക്കാൻ തയ്യാറാകുമ്പോൾ നല്ല കുടുംബം വാർത്തെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. 4 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. നല്ല ഭാര്യാഭർത്താക്കന്മാരാകുക, ദാമ്പത്യ സ്നേഹം കറകളഞ്ഞതായിരിക്കുക, നല്ല മാതാപിതാക്കളാകുക, മറ്റുള്ളവർക്ക് നല്ല റോൾ മോഡലാകുക, മക്കൾക്ക് പ്രത്യേകിച്ച്. 3ാമത്തേത് നല്ല കുടുംബനാഥരാകുക, കുടുംബത്തിൻ്റെ ഐക്യം നിലനിർത്താൻ വേണ്ടി സ്വയം ചെറുതാകാൻ സന്നദ്ധമാകുക. 4ാമത്തേത് നല്ല ക്രൈസ്തവ ജീവിതം നയിക്കുന്ന വ്യക്തികളായി വളരുക, അതിനെ നല്ല മാന്യതയോടെ ജീവിക്കുക, നല്ല അയൽക്കാരനായി ജീവിക്കുക, അമിതമായിട്ട് ആരെയും അടുപ്പിക്കാതിരിക്കുക, അമിതമായിട്ട് ആരെയും വിശ്വസിക്കാതിരിക്കുക. ഈ ഗുണങ്ങൾ 4 കാര്യങ്ങൾക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കുക. അങ്ങനെ ആയിത്തീരാൻ എന്നും പരിശ്രമിക്കുക. അപ്പോൾ ഇന്ന് സുവിശേഷ സ്ഥാനായ കല്യാണ വിരുന്നിൽ യേശു
ഇവൻ്റെ സാന്നിധ്യം, പരിശുദ്ധാമ്മയുടെ സാന്നിധ്യം ആ കുടുംബത്തെ വിരുന്നനെ അനുഗ്രഹിച്ചതുപോലെ നിങ്ങളെ അനുഗ്രഹിക്കും. അനുഗ്രഹിക്കാൻ ഉണ്ണീശോ തിരുക്കുടുംബം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് വിവാഹത്തിൻ്റെതായ എല്ലാ മംഗളങ്ങളും ഏറ്റവും താല്പര്യപൂർവ്വം ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ കുടുംബത്തെ അനുഗ്രഹിക്കും. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ ഭക്തിയോടും കൂടെ വിവാഹന കുദാശ വഴി ബന്ധുക്കളാകുന്ന ഇവർക്ക് വേണ്ടി കർത്താവെ ഈ വധൂതന്മാരുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. നിന്റെ മണവാട്ടിയായ സഭയ്ക്ക് വേണ്ടി സ്വജീവൻ അടുപ്പിച്ച് സ്വർഗീയ മണവാള പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ത്യാഗപൂർണമായ ജീവിതം നയിക്കുവാൻ ദൈവവചനമാകുന്ന ആത്മീയവിരുദ്ധനെ സകലരും ക്ഷണിക്കുന്ന മിശിഹായെ നിന്റെ പ്രമാണങ്ങളനുസരിച്ച് മാതൃകപരമായ കുടുംബജീവിതം നയിച്ച് സ്വർഗീയ വിരുദ്ധൻ പങ്കുകാരാകുവാൻ വിവാഹബന്ധത്തിന്റെ അവൈധതയെ പറ്റി പഠിപ്പിച്ച മിശിഹായെ പരസ്പര വിശ്വസ്തയോടും ശാരീരിക വിശുദ്ധിയോടും കൂടെ സന്തോഷപ്രദമായി ദാമ്പത്യ ജീവിതം നയിക്കുവാൻ കാനായിലെ കല്യാണ വീടിൽ വെച്ച് തന്റെ സാന്നിധ്യത്താൽ വധുവരന്മാരെ അനുഗ്രഹിച്ച മിശിഹായെ നിന്റെ സഹായത്തിൽ ആശ്രയിച്ച് ദിവ്യ സാന്നിധ്യം അനുഭവിച്ച് പ്രാർത്ഥന നിരന്തരം ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെ പിതാവിനും പരിശുദ്ധാത്മാവിനെ സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ വധുവരന്മാർ സന്തോഷപൂർവ്വം ആരംഭിച്ചിരിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനം ഇവരിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർ മാത്രം ജീവിക്കും തിരികെ നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ ചിത്രങ്ങളിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. പ്രിയ സഹോദരി, ഈ വധുവരന്മാർ വിവാഹം എന്ന കുദശയാൽ ബന്ധിതരാകാൻ പോകുന്നു. ഈ കുദശ യോഗ്യതയോടുകൂടി പരിഗണന ചെയ്യുന്നതിന് പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടി മൗനമായി പ്രാർത്ഥിക്കാം. ആദിയെ പുരുഷൻ ജീവിത സഖിയെ നൽകിയ ദൈവമേ, അങ്ങനത്തെ പരിപാലനെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാകാൻ ആഗ്രഹിക്കുന്ന ഇവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവരം സമൃദ്ധമായി ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. വിവാഹ ഉടമ്പടിയുടെ സമയമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ്. റിക്സൻ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി അനു ജോസിനെ നിന്റെ ഭാര്യയായി നീ സ്വീകരിക്കുന്നുവോ? ഉറക്കെ സ്വീകരിക്കുന്നു. അനു ജോസ് മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി നിന്റെ ഭർത്താവായി റിക്സനെ നീ സ്വീകരിക്കുന്നുവോ? നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണല്ലോ. നിങ്ങൾ തമ്മിലുള്ള ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലതുകരം ചേർത്ത് പിടിക്കുകയും അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിൻ്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവ് ഈശോ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.
സാഹചര്യം കുരിശുമലയുടെ തിരിച്ചറിയോടുവായി സ്വീകരിച്ച കർത്താവെ, വിശ്വാസ ശരീരത്തിലെ വധുവരന്മാരെ ലഭിക്കുന്ന ഈ കാര്യം ആശീർവദിക്കുന്നു. ഐക്യത്തെ പ്രതീകമായി കാര്യം അന്തരീക്ഷമായ സ്നേഹത്തിൽ പൂർണ്ണമായ സ്വസ്ഥതയും പരിധിമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന പ്രേക്ഷക സന്തോഷവും ധരിക്കുവാനും അമിഷ്ടമനുഷ്യ പ്രേക്ഷക ജീവിക്കുവാനും ജനിതമായി കുരിശ് ഈ ശക്തി നൽകട്ടെ. ഇതിന്റെ വിശ്വസ്തത അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ജനന്മാരുടെ സംഘത്തിന്റെ വിശ്വത്തെ അടയാളമായി പണിയുന്ന മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും കർത്താവ് ഈ മതം കൂടി ആശീർവദിക്കണമേ. പൂർണ്ണമായ സ്നേഹവും വഴി അംഗീകരിക്കുവാൻ നിർബന്ധമായി അംഗീകരിക്കണമേ. അമ്മ മലവാട്ടിയായ പരിശുദ്ധ സഭയെ മാസത്തെ വർഷത്തിൽ കർത്താവ് ലോകത്തിൽക്കരയായി ജീവിച്ച് സ്വർഗത്തിൽ മാസത്തെ നഷ്ടം നീക്കുവാൻ അവരെ ചെയ്യണമേ. നിങ്ങൾ നിങ്ങളുടെ വിവാഹം വ്രതവാഗ്ദാനം നടത്താനായിട്ട് പോവുകയാണ്. കുടുംബമായിട്ട് കർത്താവിനെ ആശ്രയിച്ചും സ്നേഹിച്ച് പത്രം നൽകാനും സ്വീകരിക്കാനും വാഗ്ദാനം ശക്തിപ്പെടുത്താനുമുള്ള താല്പര്യത്തോടും ഉദ്ദേശിച്ച തീരുമാനങ്ങളോട് ഞാൻ ചൊല്ലിത്തരുന്നത് ശ്രദ്ധിക്കണം. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടെ ഏകമനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കും. സഹോദരി, നിങ്ങൾ തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കുകയും
സർവശക്തനായ ദൈവം കഴിഞ്ഞ് നിങ്ങളുടെ ശ്രദ്ധാ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവർ നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസായും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവർ നിങ്ങൾക്ക് തന്നെയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സ്ഥിതിയും അവർ നിങ്ങളെ ചെയ്യട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നതിന് അവർ വിശുദ്ധിയ മാർഗത്തിൽ ജയിക്കുന്നതിന് അവർ നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തെ സ്തുതിയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു.
ദൈവത്തിൻ്റെ പുത്രനും സാരസ്വമുള്ള പിതാവിനും യോഗങ്ങളെല്ലാം പിതാവ് വിജയിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ദേവതാവുമായ ഈശ്വരശിയായി വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യവും പിതാവിന്റെ സത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ച സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നൽകി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡനം സഹിക്കുകയും സ്ത്രീവായി തറക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. മരിച്ചവരെ ജീവിക്കുന്നവരെ എഴുതിക്കുവാൻ അവിടുന്ന് വീണ്ടും പരിപാലിക്കുന്നു. സത്യാത്മാവുമായ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹവും സാത്വികമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. സാരത്തിന്റെയും നാഥനായുടെയും തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിങ്ങളെ ശക്തരാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രാധീശന്മാരും മേജർ ആർച്ച് ബിഷപ്പ്മാരും മെത്രാപൊലീത്തമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസം മരിച്ച് ഈ ലോകം വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുകയും മിശിഹായുടെ കൃപയാൽ ഈ വേളയിൽ നമുക്ക് രക്ഷിക്കുകയും സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരും കാരണമാകട്ടെ. കർത്താവെ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരന് ഈ കുർബാന ഞങ്ങളുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ പറ്റി അങ്ങേക്ക് നന്ദി പറയുന്നു. അഭിഷിക്തന്റെ ശരീരക്തങ്ങളാവുന്ന വിദേശങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും ഭാവികളുമായിരുന്നിട്ടും കാരുണ്യാതരേക്കാൾ ഞങ്ങളെ അങ്ങ് യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതി, ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോ. സഹോദരരെ, ഈശ്വരസ്നേഹത്തിൽ ഞങ്ങൾ സമാധാനം നൽകുകയും നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിനെ പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിക്കുകയും ഭയഭക്തിജനമായ രഹസ്യങ്ങൾ ഉദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്രോതത്തിലേക്ക് വെട്ടി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. ദൈവപിതാവിൻ സ്നേഹമതും രൂഹാദൻ സഹവാസവും നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ദൈവമേ നിത്യം ആരാധന
അഖില ചരാചരകർത്താവ ദൈവത്തിനു വേണ്ടി അർപ്പിപ്പൂ. സമാധാനം നമ്മുടെ കൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിലുള്ള സ്തുതിയും നാവുകളുടെ സൃഷ്ടിയുടെ പുകഴ്ചയും അറിയിക്കുന്നു. പരിശുദ്ധരും അരിവുകളുമായ ഭാവന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായി ഏകവർ ആരാധന സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, ഈ സ്വർഗീയങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ നിങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആദിനരുമായ ദാസം അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടി രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന
പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുവാരാക്കുക. നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് ഫലിച്ചു പോയെന്ന് സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിക്കുകയും ചെയ്തു. ഭാവികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ച് ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജയരാക്കി ബലഹീനമായ ഞങ്ങളുടെ പ്രകൃതിയെ നിന്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ നീ മഹത്വണിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങൾ പ്രാർത്ഥിക്കുകയെ സമാധാനം നമ്മുടെ കൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർലിയോ പാപ്പയ്ക്ക്, ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മാറാപ്പുരാവിനത്തേക്കും അതിരൂപതാധ്യക്ഷനായ മാറാം വിഷ്ണുദ്രാവിനത്തേക്കും മാർത്തോണി മെത്രാനോ പുരോഹിതന്മാർ ശ്മശാനമാർ സമർപ്പിതർ അൽമായ പ്രേക്ഷകർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. തിരുക്കുടുംബത്തിൻ്റെയും കുഞ്ഞു പൈതങ്ങളുടെയും സ്തുതിക്കും എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീയന്മാരുടെയും രക്ഷാക്ഷനെയും അമ്മകളുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതികമായി സമർപ്പിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശകൾ കാത്തിരിക്കുന്ന ഈ ജനത്തിനും ഇവരുടെ പ്രത്യേക നിയോഗങ്ങൾക്കും റിക്സന്റെയും അനിജോസിന്റെയും കുടുംബം ഈശ്വര ഹൃദയത്തിൽ ഇഷ്ടപ്പെട്ട തിരുക്കുടുംബമായി തീരുന്നതിന് അയോഗ്യനായിരിക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധമായ ബലിപീഠത്തിന്മേൽ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവൻ ശാന്തിയും സമാധാനവും നിങ്ങൾക്ക് നൽകണം. അത് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവം. പ്രിയപുത്രനായ ഈശ്വരനായ അയച്ചുകൊണ്ട് ഭൂവാസം എല്ലാവരും അറിയട്ടെ. കർത്താവിൻ്റെയും ആയുഷികാവുന്ന നിതായമായ സുവിശേഷം വഴി വിശുദ്ധ മാമോദീസായ സജീവം നീതായമായ താൽമുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനവുമായ എല്ലാവർക്കും നൈർമല്യ വിശുദ്ധിയും പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവെ, ഞങ്ങളുടെ നാഥനക്ഷകനുമായ ഈശ്വരയുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും സ്ഥാനത്തിൻ്റെയും മകനെയും ഭയഭക്തനെയും പരിശുദ്ധവും ദൈവതായും ദൈവീയമായ യേശുവിന്റെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ ശ്രദ്ധരെ ആരോടും പ്രാർത്ഥിക്കുകയെ സമാധാനം നമ്മുടെ കൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിൽ നല്ല വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യട്ടെ. ഈ കുർബാന ഞങ്ങൾക്ക് കടങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർത്തിയുള്ള വലിയ പ്രത്യാശയ്ക്ക് നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും വെച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ഞങ്ങൾക്ക് വേണ്ടിയുള്ള മകനെയും സ്ത്രീയാവുന്ന രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അഭിഷിക്തന്റെ മുഴുവൻ രക്തത്താൽ ചെയ്യപ്പെട്ട സഭയും സന്തോഷവും പ്രത്യാശയുടെ അങ്ങേക്ക് കൃതജ്ഞതാർപ്പിക്കുകയും ചെയ്യും. മാതാ പൂജിതമാ മാമത്തിനു നിത്യം സ്തുതിയും കീർത്തനവും നന്ദിയുമെന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ.
കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകുന്നു, തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുത്രവും പരിശുദ്ധവും ജീവിതമായ ദൈവികമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. കർത്താവ് ഈശോമിശിഹായേ, നാമത്തിന്റെ സ്തുതിയും നാഥനായ ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവിതായുവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ സ്വരത്തിന്റെ ദിവസങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തനോട് സമീപിക്കാം. അമിതളവുന്ന ശരണത്തോടെ അവിടെ നിന്ന് പിന്തിരിക്കും പഠിച്ചത് സാധരിച്ച് സ്ഥലത്തിൽ വിഷമിച്ചുകൊണ്ട് നമുക്ക് സ്ഥലത്തിലെ നാഥന്റെ ദൈവത്തോട് കരുതി പാവം യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങൾ പഠിഞ്ഞ് നമ്മുടെ സാക്ഷി ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദേശത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പ്രതികരിക്കുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടി ദിവസങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉറപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. കർത്താവേ, ഞങ്ങളുടെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. വചനങ്ങളെ നിങ്ങൾ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന ആദരങ്ങൾ കൊണ്ട് സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശിയാൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുമെന്ന് ഉപദേശിച്ച് ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നിൽ ലഭിച്ച മനോവിശ്വാസത്തെ ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ. ശക്തനായ സർവേശ്വരാ, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ പിതാവേ, അങ്ങയുടെ കാരുണ്യങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്, ദുഷ്ടാരൂപിയിലുമായ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട്. ജനത്തിനുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുകയും നമ്മെ ജീവിക്കുന്ന കർത്താവേ, ഈശോയുടെ സാധവരം നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. സഹോദരൻ സ്വരത്തല വിശ്വാസത്തോടെ ജീവിക്കുക.
പരിശുദ്ധാത്മാവിന്റെ പ്രഭാകരത്താൽ സ്വൽപ്പം പരിശുദ്ധവും ജയദൈവന്റെ ദൈവീകമായ ഈ ദേശങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുള്ള നിർഭയപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവരുടെ ദാതാവായ ദൈവത്തിന് സ്ഥിരമായ നീതിയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. സമാധാന പ്രാർത്ഥന. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ മേൽ അങ്ങനെ കാരുണ്യത്തിൻ്റെ വലം കൈ നീട്ടണമേ. അങ്ങനെ സംരക്ഷണത്തിൻ്റെ തന്നെ ഇവരെ കാത്തുകൊള്ളണമേ. അബ്രാഹത്തെയും സാറായെയും അനുഗ്രഹിച്ച ദൈവമേ, അപേക്ഷ്യമായ ഇവരെ ഒന്നിപ്പിച്ച പരിപാലനത്തിന് നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവായ മിശിഹായെ, ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധ നിയാമനീയത്തിൻ്റെയും തിരുക്കുടുംബത്തിൻ്റെ നായകനായ മറിയൂസഫിൻ്റെയും മാധ്യസ്ഥ്യം ഇവരുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാകട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സാരത്തിൻ്റെയും നാഥ എന്നേക്കും. അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായി മനുഷ്യനെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളിയാക്കുകയും ചെയ്ത കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹം എന്ന ഉദാശയാൽ നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്ത് സംരക്ഷിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരമായ സജീവതയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ ഉദാശ നിങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യത്തെ സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണവറയിൽ അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ നിങ്ങളെയും ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിൻ്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളെന്നും തുതിക്കുന്നു. നിത്യസൽവികാവാകുമങ്ങയെ ആരാധിക്കുന്നു പാരാതെ, ആരാധിക്കുന്നു പാരാതെ. ദൈവദൂതന്മാരിവരും പിന്നെ സ്വർഗവാസികൾ സർവരും സ്വർഗവും സ്വർഗസംഗീതം മീട്ടുന്നു. സൈന്യാധീശനായിടും ദൈവം സംശുദ്ധൻ 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 നിത്യം സംശുദ്ധൻ സംശുദ്ധൻ. തിങ്ങിടുന്നല്ലോ സന്തതം ശ്രീയേരും ദിവ്യന്മാവേദ സാക്ഷികൾ നിത്യാനന്ദ പ്രദാനങ്ങ് വാഴ്ത്തിടുന്നു നിരന്തരം, വാഴ്ത്തിടുന്നു നിരന്തരം.
ലോകമാകെ പാവനം സമർപ്പിക്കും നന്ദി സാഗരം കീർത്തിക്കും നന്ദി സാഗരം നിന്റെ ഭാരതം ചിന്തനയെ എന്ന യാചിപ്പോ ഞങ്ങൾ സാഗരം നിത്യാനന്ദത്തിലങ്ങേ സ്നേഹിത ഒത്തുചേരൽ കഴിയണേ ഒത്തുചേരൽ കഴിയണേ കാത്തിരുന്നാകാമി ജനങ്ങളിൽ ആശിസേരണേ നിത്യവും നീ ഭരിക്കുക ജനങ്ങളിൽ ഉന്നതിയവർക്കേകളി നിത്യവും ഞങ്ങളങ്ങി വാഴ്ത്തും പാവനനാമം തക പാവനനാമം തക കാരുണ്യവാനും മരുതായുമായ ദൈവമേ, അങ്ങയെ തിരിച്ചു സ്ഥാപിച്ചിരുവാനും ഉദാഹരണമായി വിശുദ്ധമായി ജീവിക്കുന്ന റിക്സനെയും അനുവിനെയും പ്രത്യേകമായിട്ട് സ്വീകരിക്കണമേ. ഇവരുടെ അനുദിന ജീവിതത്തിൽ അങ്ങയുടെ മാതൃകയും വഴിയായിരിക്കണമേ. ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും ഇവർക്ക് പ്രോത്സാഹനം നൽകിയ എല്ലാ സഹോദരന്മാരെയും പിതൃക്കളെയും മിത്രങ്ങളെയും വൈദികരെയും പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കണമേ. അന്യദാനങ്ങൾക്ക് ധാരമായി നൽകണമേ. തിരുക്കുടുംബത്തിന് മാതൃകയിൽ ജീവിക്കുവാനും വിശ്വാസം, ശരണം, സ്നേഹമെന്നീ പുണ്യങ്ങളിലും മറ്റു ക്രിസ്തീയ സുഹൃത്തുക്കളിലും അനുജം വളർന്നു വരുവാനും യേശു സാക്ഷ്യം വഹിക്കുന്നവരായിരിക്കാനും ഇവരെ അനുഗ്രഹിക്കണം. നമ്മുടെ കർത്താവായ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. I don't know why, but I can only smile for you. I'm so disarmed that I lose track of time with you. Living inside of a world that's just made for us. Sometimes you whisper to me, but it's never enough. Tell me, what did you do? Isn't it true? I'm someone new. I know with you. Say it again, soft like your hands, sweeter than honey. When do we land? Now I'm awake and I'm not trying to run away. Seen everything through your eyes and I wanna stay. Something about you just lingers in all my dreams, leaving behind all the things that now don't have a place for me. What did you do? Good afternoon, everyone. Let's put our hands together and welcome our handsome groom Rickson and most beautiful bride Anu on stage. Smile for you. Let me invite the parents of the group, Mr. Constantine and Ms. Joshi Thompson on stage. It's my pleasure to welcome his sibling Rafina on stage. Let's now invite the family of bride, Mr. Bruce Pierre and Mrs. Dina Joe. Please come on stage.
I would also like to welcome her dear sibling Nemo to be with her on stage. Tell me, what did you do? Isn't it true? I'm someone new. I know with you. Say it again, soft like your hands, sweeter than honey. When do we land? Now I'm awake and I'm not trying to run away. Seen everything through your eyes and Dear Excellent, may I request you move forward to cut a wedding cake, the epitome of love and sharing. something about you just lingers in all my dreams, leaving behind all the things that now don't have a place for me. What did you do? Isn't it true? I'm someone new when I'm with you. Say it again. We are entering into a quite sincere ceremony. Dear Excellent, while you share and drink from the glass of wine, we wish you the best of health and good luck for many years to come. Finally, തിരിച്ച് അവരെ ആശ്രമിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് വിചാരണ ക്ഷണിക്കുന്നു. Stand alone, fall like dominoes. Feel like you're overgrown. Follow the lights above, show you where to go. I know
പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, വിവാഹം എന്ന കുദാശയിൽ ഞങ്ങളെ ഒന്നാക്കിയതിന് അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. ഇനി ഞങ്ങൾ രണ്ടല്ല ഒന്നാണ് എന്ന അവബോധം ഞങ്ങളിൽ സദാ വളർത്തണമേ. ഞങ്ങൾ അന്യോന്യം സമർപ്പിച്ചും പ്രോത്സാഹിപ്പിച്ചും പോരായ്മകൾ ക്ഷമിച്ചും സഹിച്ചും വളരുവാനും പരസ്പര ധാരണയിലും ഐക്യത്തിലും ജീവിക്കുവാനും അന്ത്യം വരെ വിശ്വസ്തരായി വ്യാപരിക്കുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ആ ആഗ്രഹത്തെ സഫലമാക്കണമേ. ഞങ്ങളുടെ ജീവിതാന്ത്യത്തിൽ അങ്ങയെ നേരിൽ കണ്ടാനന്ദിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും